നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആഴക്കടൽ മണൽ ഖനനം സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ ലഭ്യമാക്കും. തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കൊല്ലം തിരുമംഗലം ദേശീയപാത നവീകരണം പ്രവർത്തനങ്ങൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷ. നവീകരണ പുരോഗതി വിലയിരുത്താൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. കരുനാഗപ്പള്ളി ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം ടെൻഡർ അംഗീകരിച്ചു. വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 26.81 കോടി രൂപയ്ക്കാണ് ടെൻഡർ. അഞ്ചു വയസ്സുകാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി. മധ്യവയസ്കൻ അറസ്റ്റിൽ. ആയിരനല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൽ ലഭ്യമാക്കും. വിഭവശേഷിക്കുറവിന്റെ പരിമിതി ഉണ്ടെങ്കിലും തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൊതുജനങ്ങളുമായി നടത്തിയ സംവാദത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പൊതുജനങ്ങളുമായി സംവദിച്ചത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ആഴക്കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫിഷറീസ് റിട്ടയർഡ് ജൂനിയർ സൂപ്രണ്ട് VK മധുസൂദനാണ് വിഷയം മുന്നോട്ട് വെച്ചത്. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൽ ലഭ്യമാക്കും. വിഭവശേഷിക്കുറവിന്റെ പരിമിതി ഉണ്ടെങ്കിലും തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ തുടർന്നും ശ്രമം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ ഗവേഷണങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പേറ്റന്റുകൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും വീഡിയോകളിൽ വ്യാജ വിവരങ്ങൾ ചേർത്ത് പ്രചരിപ്പിക്കുന്നത് കണ്ടെത്താൻ നിർമ്മിച്ച സോഫ്റ്റ്വെയറിന് പേറ്റന്റ് ലഭിച്ച ഡോക്ടർ ലിഞ്ചു ലോറൻസിന് മുഖ്യമന്ത്രി മറുപടി നൽകി. സർവതല സ്പർശിയും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവാദം അവസാനിപ്പിച്ചത്. തോട്ടണ്ടി ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കും. 2017-18 മുതൽ 78,000-ലധികം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മേഖലയിൽ തുടർന്നും പ്രത്യേക ശ്രദ്ധ നൽകും. കുടിവെള്ളക്ഷാമം ഗൗരവമുള്ള പ്രശ്നമായാണ് സർക്കാർ കാണുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കല്ലട ഡാം വൃഷ്ടിപ്രദേശത്ത് മുൻവർഷങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ അടിഞ്ഞ എക്കൽ, ചളി എന്നിവ നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും നിലവിൽ സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 1,48,000 പേരായിട്ട് വന്നു. മൊത്തം IT കയറ്റുമതി അതിലും വലിയ വർധനമുണ്ടായി. 34,000 കോടിയായിരുന്നു നേരത്തെ. അത് 90,000 കൂടുതൽ ശക്തിപ്പെടാൻ പോകുക. പുതിയ IT പാർക്കുകൾ ഒന്നിവിടെ വരാൻ പോകുന്നതാണ്. നാഷണൽ ഹൈവേയോടനുബന്ധിച്ചുള്ള കോറിഡോർ നമ്മുടെ IT പാർക്കുകളുടെ തന്നെ വലിയ വികസനം. സ്പോർട്സ് വിഷയത്തിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് ഉപരോധ സമരം നടത്തി. കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നഗരസഭ ഉപരോധിച്ചത്. നഗരസഭയ്ക്കകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി പ്ലാന്റ് വാങ്ങുന്നതിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചത് പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. ചെയർപേഴ്സന്റെ മുറിയിലെത്തിയ പ്രവർത്തകർ അഴിമതി പണം നിക്ഷേപിക്കാൻ എന്ന പേരിൽ പെട്ടിയും സ്ഥാപിച്ചു. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് T. സൈനുലാബുദ്ദീൻ സമരം ഉദ്ഘാടനം ചെയ്തു. അത് ഉപയോഗിക്കാനോ കഴിയുന്നില്ല. കാരണം അശാസ്ത്രീയമായി നിർമ്മിച്ച 100 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച
ഈ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഇവിടെ വിശ്വസിച്ച് നഗരസഭാ കൗൺസിൽ യോഗം കൂടാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഇവിടെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് കായംകുളത്തെ നഗരസഭയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ബിന്നായി അത് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ 100 വർഷം പഴക്കമുള്ള കായംകുളം നഗരസഭയുടെ മുന്നിൽ ACP വർക്കിന്റെ പേരിൽ ഏതാണ്ട് 68 ലക്ഷം രൂപ മുടക്കി ACP വർക്ക് ചെയ്ത സംഭവം നമുക്കറിയാം. നഗ്നമായ അഴിമതിയാണ് അക്കാര്യത്തിലും നടന്നിട്ടുള്ളത്. നഗരസഭയിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവിടെ കൈക്കൂലിയും അതിന് പുറത്ത് അഴിമതിയും നടത്തുന്ന ഭരണ നേതൃത്വം ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. വിശാഖപത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, അഫ്സൽ പ്ലാമൂട്ടിൽ, ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, നൌഫൽ, അസീം, നാസർ, രാകേഷ് പുത്തൻവീടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിച്ച് കൊല്ലത്തെ സൈനിക കൂട്ടായ്മ കൊയിലോൺ മല്ലു സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ N. ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി യുദ്ധഭൂമിയിൽ ജീവൻ വെടിഞ്ഞ ധീരജവാന്മാർക്ക് ആദരാഞ്ജലികളും കർമ്മനിരതരായി തുടർന്ന ജവാന്മാരെ അനുമോദിച്ചുകൊണ്ടുമാണ് കൊയിലോൺ മല്ലു സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചിന്നക്കട, കൊട്ടിയംവഴി, ചാത്തന്നൂർ GVHSSൽ സമാപിച്ചു. തുടർന്ന് പഹൽഗാമിലും അതിർത്തിയിലും വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. GVHS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം NCC കൊല്ലം ഗ്രൂപ്പ് കമാൻഡന്റ് ബ്രിഗേഡിയർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വരുംകാലങ്ങളിൽ വീണ്ടും ഇതേപോലുള്ള വൻ വിജയങ്ങൾ ഇന്ത്യൻ മഹാരാജ്യത്തിന് വേണ്ടി വരുത്താൻ നമ്മുടെ സായുധസേനയ്ക്ക് കഴിയട്ടെ. അതിൽ ഒരു ജീവൻ പോലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൂടാതെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ടുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ വരും കാലങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ ഞാൻ എന്ന വ്യക്തി ഒരുപക്ഷെ എനിക്ക് NCC അല്ലാതെ എന്തെങ്കിലും അസൈൻമെന്റ് കിട്ടിയാൽ അതിന് തയ്യാറാണെന്ന് പോലും ഞാൻ സ്വന്തമായി ധരിപ്പിക്കേണ്ടവരെ ധരിപ്പിച്ച ഒരു വ്യക്തിയാണ് എനിക്ക്. അതിനുശേഷം പേപ്പറിൽ വന്നു കാണും റിട്ടയർമെന്റ് ചെയ്ത ആൾക്കാർക്ക് രജിസ്ട്രേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞത്. ഞാൻ തന്നെ പല ഫോറങ്ങളിലും അത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മേജർ സനൽകുമാർ S അധ്യക്ഷത വഹിച്ചു. കിഷോർ അതിജീവൻ, ആദർശ്, അശോക് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ 7 കേരള ബറ്റാലിയനിൽ നിന്നുള്ള 600ഓളം NCC കേഡറ്റുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷ. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പുരോഗതി വിലയിരുത്താൻ PS സുബാൽ MLA അധ്യക്ഷതയിൽ യോഗം ചേരും. നിരന്തരം അപകടമുണ്ടാകുന്ന മേഖല പരിഗണിച്ച് MLA നിർദ്ദേശപ്രകാരം ഇടമൺ, ഉറുകുന്ന്, തെന്മല, MSL, ആനകുത്തിവളവ്, മുരുകൻ പാഞ്ചാൽ, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപം ഉൾപ്പെടെ ബ്ലാക്ക് സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി 1.31 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. ഈ തുകയിലെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യമുയർന്നത്. ജംഗ്ഷൻ നവീകരണം പറഞ്ഞ് ഇന്റർലോക്ക് ഇട്ട് മൂടുക. ആ ഇന്റർലോക്ക് എല്ലാം ഇപ്പം തന്നെ ഏകദേശം തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുകയാണ്. റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്, വണ്ടി കയറി ഇടിച്ചെല്ലാം പോയിരിക്കുന്നത്, സിമെന്റ് ഒലിച്ചു വയ്ക്കുന്ന, മഴയത്ത് കൊണ്ടുവന്ന് തോന്നിയ രീതിയിൽ പണിയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ DLC കരാറുകാരൻ ഈ റോഡിന്റെ സൈഡിലെ കാടുകൾ എടുക്കുന്നത് തോന്നിയ രീതിയിലാണ് കാടുകൾ എടുക്കുന്നത്. അതായത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ നമുക്ക് കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ റോഡിലുള്ളത്. എന്നാൽ
ലക്ഷക്കണക്കിന് രൂപ ഈ DLC കരാറുകാരന് നമ്മൾ കൊടുക്കുമ്പോൾ വൃത്തിയായി കാർഡെടുക്കാതെ അയാൾക്ക് തോന്നിയ രീതിയിലാണ് ആൾക്കാരെ കൊണ്ട് കാർഡ് ചെയ്യുന്നത്. അപകട മേഖലകളിൽ നിയന്ത്രണ വേലികൾ സ്ഥാപിച്ചു വരികയാണ്. എന്നാൽ നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ലൈറ്റുകൾ, ബാരിക്കേഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടതുണ്ട്. തെന്മല ജംഗ്ഷനോട് ചേർന്ന റോഡിന്റെ തകർച്ചയിലായ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കേണ്ടതുണ്ട്. 36 ലക്ഷം രൂപയുടെ ജോലികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. തെന്മല ജംഗ്ഷനോട് ചേർന്ന് റോഡിന്റെ തകർച്ചയിലായ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം. 36 ലക്ഷം രൂപയുടെ ജോലികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരം പ്രവൃത്തികൾ പൂർത്തിയായാൽ മാത്രമേ മഴക്കാലത്തുള്ള ദേശീയപാതയിലെ ഗതാഗതം സുഗമമാകൂ. കരാറുകാരന് തോന്നിയ രീതിയിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം കോൺക്രീറ്റ് ചെയ്യാതെ നല്ല നിരപ്പായ സ്ഥലങ്ങളെല്ലാം ഇടിച്ച് കോൺക്രീറ്റ് ചെയ്യാണ്. കലയനാട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഭാഗമൊക്കെ നിരപ്പായ സ്ഥലങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ചാച്ചേരി, വെള്ളിമല, തണ്ണിവളവ്, ക്ഷേത്രഗിരി ഈ ഭാഗങ്ങളൊന്നും കോൺക്രീറ്റ് ചെയ്യാതെ കരാറുകാരൻ തോന്നിയ രീതിയിൽ പണി നടന്നു കൊണ്ടുപോകുകയാണ്. റോഡിന്റെ കുഴി തോന്നുന്ന വഴിക്കാണ് അടയ്ക്കുന്നത്. തെന്മല പഴയ തിയേറ്റർ ജംഗ്ഷനിൽ ഇന്റർലോക്ക് പാകുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. 10 ഏക്കർ മുരുകൻ കോവിലിന് സമീപം ഇന്റർലോക്ക് പാകുന്നത് അവസാന ഘട്ടത്തിലാണ്. 13 കണ്ണറ പാലം ഉൾപ്പെടെ കട്ടകൾ പാകുന്നത് ഉടൻ ആരംഭിക്കും. നവീകരണത്തിന്റെ പുരോഗതി MLA കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കാനും തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുൾപ്പെടെയാണ് അടുത്തുതന്നെ യോഗം ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. കല്ലുവാതിക്കൽ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ നാടകം ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിയാണ് നാടകം സംഘടിപ്പിച്ചത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുട്ടികൾ ആവേശത്തോടെയാണ് സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ നാടകത്തിൽ അഭിനയിച്ചത്. മുതിർന്നവർക്ക് കുട്ടികളോട് പറയാനുള്ളതാണ് നാടകത്തിലൂടെ അവതരിപ്പിച്ചത്. നാടകകൃത്തും ആക്ടിവിസ്റ്റുമായ കാരേറ്റ് അനിലാണ് നാടകം സംവിധാനം ചെയ്തത്. കുട്ടികളുടെ ലഹരിവിരുദ്ധ നാടകം നാടിന്റെ പല വേദികളിലും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. നമ്മുടെ ഈ സമൂഹത്തില് ലഹരിക്ക് അടിമപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മളെ ഈ സ്കൂളിൽ ഈ അവധിക്കാലത്തും നമ്മളെ ഈ കുട്ടികളെ ഇവിടെ ഒരു ലഹരി വിരുദ്ധ ഒരു പരിപാടി നടത്തുന്നത്. അതിന് ഈ PTA എല്ലാ പിന്തുണയും ഉണ്ടാവും. വേനലധികാരം ചിലവഴിക്കുന്ന നേരത്തും സ്കൂളിൽ ഒത്തുകൂടി ലഹരിവിരുദ്ധ നാടകത്തിൽ അഭിനയിച്ചതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും. ദിവസത്തെ ശില്പശാല മുഴുവൻ കളിയാണെന്നാണ് ഞാൻ കരുതിയത്. നാടകം കളിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. നാളത്തെ തലമുറയ്ക്കിതൊരു മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഴക്കാലപൂർവ്വ ശുചീകരണം. CR മഹേഷ് MLAയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു. റോഡുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, തോടുകൾ, കുളങ്ങൾ, പുഴകൾ എന്നിവയുടെ നവീകരണവും സംരക്ഷണവും ശുചീകരണവും ഉൾപ്പെടെ വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഴികൾ വേഗം അടയ്ക്കുന്നതിനും കൂടാതെ ഹൈസ്കൂൾ ജംഗ്ഷൻ, ലാലാജി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആവശ്യമായ സ്റ്റാഫിനെ വിശ്വസമുദ്ര നിയമിക്കണമെന്നും കൂടാതെ ആവശ്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു. കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ കന്നേറ്റിക്കായലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിക്കണമെന്നും കരുനാഗപ്പള്ളി നഗരസഭയിലെ തഴത്തോടുകളും പൊതു ഓടകളും അടിയന്തരമായി വൃത്തിയാക്കി ജലനിർഗമനം സുഗമമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഓടകളും തോടുകളും കൈത്തോടുകളും അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്ത് വൃത്തിയാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ശുചിത്വ സന്ദേശം വീടുകളിൽ എത്തിക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും തീരുമാനമായി. ബാക്കി എല്ലായിടത്തും ഈ തോടുകളുടെ പ്രശ്നമുണ്ട്. പാറ്റയുടെ തോടിൽ നമുക്ക് 5 കോടി 65 ലക്ഷം 35 ലക്ഷം രൂപയുടെ വർക്ക് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നു. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമത്തിന്റെ പേരിൽ കൃത്യസമയത്ത് പ്രപ്പോസൽ കൊടുക്കുന്നതാണ് അവർ വലിയ വർക്ക് നമുക്ക് കിട്ടിയത്. പണി തീരാറായി. അപ്പോൾ അതിന്റെ വ്യത്യാസം അറിയാറുണ്ട്. തോടിന് ആഴം കൂടിയേ ചെയ്യുന്നു. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് കടൽത്തീര പ്രദേശത്തെ കടലേറ്റം സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. കൂടാതെ തഴവയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ കേന്ദ്രം അടിയന്തരമായി ഉപയോഗയോഗ്യമാക്കണമെന്നും തീരുമാനിച്ചു. തഹസീൽദാർ സുശീല, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, പൊതുമരാമത്ത്, മൈനർ ഇറിഗേഷൻ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ അംഗീകരിച്ചു. വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 26.81 കോടി രൂപയ്ക്കാണ് ടെൻഡർ നൽകിയത്. ഇവിടെ മേൽപ്പാലത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ടെൻഡറാണ് അംഗീകരിച്ചത്. 4 കരാറുകാർ ടെൻഡർ സമർപ്പിച്ചിരുന്നു. ടെക്നിക്കൽ പരിശോധനയ്ക്ക് ശേഷം സാമ്പത്തിക ബിഡ് പരിശോധനയിൽ കുറഞ്ഞ നിരക്ക് വിശ്വസമുദ്ര കമ്പനിയാണ് രേഖപ്പെടുത്തിയത്. 26.81 കോടി രൂപയാണ് വിശ്വസമുദ്ര കമ്പനി രേഖപ്പെടുത്തിയത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് 2022 ഓഗസ്റ്റ് മാസം അംഗീകാരം ലഭിച്ചിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്പാനും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 583 മീറ്റർ നീളവും ഒരു വശം നടപ്പാതയോടുകൂടി 10.20 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ റെയിൽവേ സ്പാൻ റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ഉടൻ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ആരംഭിക്കുമെന്ന് CR മഹേഷ് MLA അറിയിച്ചു. ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. വിശ്വസമുദ്ര എന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ ആശ്വാസകരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. വേഗത്തിലാണ്. പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകളൊരു വലിയ ദുരിതത്തിന് പരിഹാരം കാണുകയാണ്. മരങ്ങളെല്ലാം ഏകദേശം മുറിച്ച് തീർന്നു. കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് തീരാറായി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഗവൺമെൻറ് അനുവാദം വാങ്ങിച്ചതിന് ശേഷം മന്ത്രിയുടെ ദിവസം കൂടി നോക്കി കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡിലേക്ക് RSS നേതാവ് തിരുമൂർത്തിയെ നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു. ഇതേ തിരുമൂർത്തിയെയാണ് ഗവർണർ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി പ്രഭാഷണം നടത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ഹിന്ദുത്വ വർഗീയതയുടെ പ്രകടിത രൂപമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുനലൂരിൽ CPI മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPI പുനലൂർ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. പുനലൂർ കലയനാട് SCB ഹാളിലെ B. മോഹനചന്ദ്രൻ നായർ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡിലേക്ക് RSS നേതാവ് തിരുമൂർത്തിയെ നിയമിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതേ തിരുമൂർത്തിയെയാണ് ഗവർണർ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി പ്രഭാഷണം നടത്തിച്ചത്. ഹിന്ദുത്വ വർഗീയതയുടെ പ്രകടിത ഭാവമാണ് ഇവയെന്നും അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബു പറഞ്ഞു. ഗുരുമൂർത്തി അറിയപ്പെടുന്ന RSSന്റെ ആശയപ്രചാരകനാണ്. ഗുരുമൂർത്തി ധാരാളം RSSന് വേണ്ടി ലേഖനങ്ങൾ എഴുതുകയും പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാവ്യവൽക്കരണ നടപടികളുടെ ഭാഗമായി റിസർവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് കൂടി ഈ ഗുരുമൂർത്തിയെ ഇന്ത്യ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തു. അതൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ഗുരുതരമായ ചില വിഷയങ്ങളാണ്. അതെന്തുമായിക്കോട്ടെ, റിസർവ് ബാങ്കിന്റെ ബോർഡിലേക്ക് അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ഗുരുമൂർത്തിയെ പോലെയുള്ള ഒരു ആശയ പ്രചാരകനെ ചിലപ്പോൾ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ റിസർവ് ബാങ്കിന്റെ ജോലി കിട്ടും. പക്ഷെ ഇവിടെ വന്ന് RSSന് വേണ്ടി അതിന്റെ വക്താവായി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്ഭവനിൽ വന്ന് നൂറുകണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന നിലയിലൊരു യോഗം നടത്താനും അതിന് അവസരമൊരുക്കുന്നതും അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം. CPI കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA മുഖ്യ പ്രഭാഷണം നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KR ചന്ദ്രമോഹൻ, സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സാം K. ഡാനിയൽ, MS. താര, സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് R. സജിലാൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ C. അജയപ്രസാദ്, KC ജോസ് എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ശനിയാഴ്ച പ്രതിനിധി സമ്മേളനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പേരൂർക്കട സ്വദേശിനി ബിന്ദുവിന് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. സാംബവ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം. പേരൂർക്കട സ്വദേശിയായ ബിന്ദുവിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ്
പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. സാംബോ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം. സാംബോ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുന്നത്തൂർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. ിടങ്ങളിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ സ്ത്രീക്കായാലും പുരുഷനായാലും നമ്മുടെ നാട്ടിൽ നിയമ നടപടികളുള്ളതാണ്. കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും അവർ കൊടുക്കേണ്ടതാണ്. പകരം അവരെ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മയെ വളരെ നിഷ്ഠൂരമായി ചോദ്യം ചെയ്യുകയും അവരെ ഏതെല്ലാം രീതിയിൽ അവരെ ചീത്ത വിളിക്കാമോ ആ രീതിയിലെല്ലാം ചീത്ത വിളിച്ചിട്ട് സാഹചര്യം ചോദിച്ചപ്പോൾ കക്കൂസി പോയി കുടിക്കാൻ പറയുന്നു. പട്ടികജാതിക്കാർക്ക് നേരെ ഇവിടുത്തെ അധികാരി വർഗം ഏത് രീതിയിലുമുള്ള മോശം പെരുമാറ്റവുമായിട്ട് നടക്കുകയാണ്. അതിനെതിരെയാണ് സാംബോ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പന്തം കൊളുത്തി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശശി തുരുത്തിക്കര അധ്യക്ഷത വഹിച്ചു. അധികാര വർഗത്തിന്റെ വളരെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളും ഈ ജനതയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വനിത എന്നുള്ള നിലയിൽ പോലും പരിഗണന കൊടുക്കാതെ 20 മണിക്കൂർ ഒരു ആരോപണത്തിൻ്റെ പേരിൽ വളരെ പീഡനം നടത്തിക്കൊണ്ടുള്ള, അതായത് ആ സ്റ്റേഷനിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും നിൽക്കെ അവരെ വിവസ്ത്രയാക്കി പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് ഈ സാംസ്കാരിക കേരളം മാറിയിരിക്കുന്നു. ബിജു മനക്കര, എസ് ഹരിബോസ്, സനു കോവൂർ, സുധാകരൻ ഏഴാംവയിൽ, ഹരിദാസ്, രാജി പനപ്പെട്ടി, രമ്യ കോവൂർ, സത്യൻ പതാരം, ശശി കൊറ്റങ്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. 5 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി. സംഭവത്തിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ആയിരനല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. 5 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് 52കാരനെ അറസ്റ്റ് ചെയ്തത്. ആയിരനെല്ലൂർ RPL H9 ക്വാർട്ടേഴ്സിൽ 7ാം ബ്ലോക്കിൽ ചന്ദ്രശേഖരനാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. മിഠായി നൽകാമെന്ന് പറഞ്ഞ് കുട്ടിയെ വിളിച്ചു വരുത്തി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കഴിഞ്ഞ 21-നായിരുന്നു സംഭവം. കുട്ടി അമ്മയോട് പീഡന വിവരം പറയുകയും തുടർന്ന് ഇവർ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു. ഏരൂർ CI പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചവറ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾ സമ്പൂർണ്ണമായി സ്മാർട്ടാക്കി. ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗനവാടികളും സ്മാർട്ടായിട്ടുണ്ട്. ചവറ കോവിൽത്തോട്ടം 116 നമ്പർ അംഗനവാടിയിലാണ് അംഗനവാടികൾ സ്മാർട്ടായതിന്റെ പ്രഖ്യാപനം നടത്തിയത്. ചവറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ സാമ്പത്തിക വർഷം 11 അംഗനവാടികൾ കൂടി സ്മാർട്ടാക്കിയത്. ഇതോടെ ചവറ ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടങ്ങളുള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ടായി. മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കിയതിന്റെ പ്രഖ്യാപനം കോവിൽത്തോട്ടം 116 നമ്പർ അംഗനവാടിയിൽ സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP പ്രഖ്യാപനം നിർവഹിച്ചു. ഇവിടെ ചവറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അടുത്തുനിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയും. ദീർഘകാല വീക്ഷണം മുൻനിർത്തിക്കൊണ്ടുള്ള വികസന സംരംഭങ്ങൾക്കാണ് ചവറ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് അംഗൻവാടിയുടെ കാര്യത്തിലായാലും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്, കർമ്മ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പൊ ഈ സാമ്പത്തിക വർഷം ലക്ഷ്യം വെച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന മുഴുവൻ പള്ളിക്കൂടങ്ങളെയും സ്മാർട്ട് പള്ളിക്കൂടങ്ങളായി ക്ലാസ് മുറികളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിക്കൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് പള്ളിക്കൂടങ്ങളാക്കി മാറ്റി തീർക്കുക എന്ന ഭാവനാസമ്പന്നമായ പ്രവർത്തനത്തിന് ഈ ധനവർഷം തന്നെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ഇതാണ് ക്രിയാത്മകമായ ദീർഘകാല വികസനം, ശാശ്വതമായ സുസ്ഥിരമായ വികസനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇതാണ്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതല്ല. പാശ്ചാത്യ ലോകത്ത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കാൻ പോലും തയ്യാറായാൽ, അച്ഛനോ അമ്മയോ തയ്യാറായാൽ അവരകത്താണ്, സ്റ്റീലിനകത്താണ്. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ നിയമം. ഇവിടെ നമ്മൾ ഉറക്കെ സംസാരിക്കുക എന്ന് മാത്രമല്ല, പല കുട്ടികളും ഇവർ പറയുന്ന ചീത്ത വാക്കുകൾ കേട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ കുട്ടികളെ ഇഞ്ചക്ഷൻ അടിക്കുകയോ ചെയ്യുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള വാക്കുകളാണ്. എവിടുന്ന് അവർ കേട്ടു? എവിടുന്ന് കേട്ടതാ? അവിടെ കൊച്ചു കുട്ടികൾ പുറത്തുനിന്ന് കേൾക്കത്തില്ലല്ലോ.
രക്ഷകർത്താക്കൾ വീട്ടിൽ പറയുന്ന ചീത്ത വാക്കുകൾ കുട്ടികൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരെന്തും വേണ്ടിയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അച്ഛൻ അമ്മയെ തല്ലുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തും വേണ്ടി വ്രണമുണ്ടാക്കുന്നത്, എത്രത്തോളം ആഴത്തിൽ മുറിവുണ്ടാക്കുന്നു എന്നുള്ളത് കുടുംബം മനസ്സിലാക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ നീതു ഷാരോൺ S റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ BGP മുഖ്യപ്രഭാഷണം നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, IREGM NS സജിത, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, കുറ്റിയിൽ ലത്തീഫ്, വിജിമോൾ, ഗീതാകുമാരി VG തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പന്മനയിൽ കിരൺ തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടത്തി. പുലരി ഓർഗാനിക് ഫാമിന്റെ നേതൃത്വത്തിൽ കണ്ണൻകുളങ്ങര ദേവീക്ഷേത്ര ഭൂമിയിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി. പന്മന കോലം വാർഡിൽ നെറ്റിയാട്ട് ടൗൺ മസ്ജിദിന് വടക്ക് കണ്ണൻകുളങ്ങര ദേവീക്ഷേത്ര ഭൂമിയിലാണ് പുലരി ഓർഗാനിക് ഫാമിന്റെ നേതൃത്വത്തിൽ കിരൺ മത്തൻ കൃഷി ചെയ്തത്. ഒരു വർഷമായി പന്മനയിൽ ജൈവ രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പുലരി ഓർഗാനിക് ഫാം ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. പന്മനയിലെ JLG ഗ്രൂപ്പായ അന്നപൂർണയും കൃഷിയിൽ സഹകരിച്ചു. 6 കിലോ വരെ ഭാരമുള്ള തണ്ണിമത്തനുകളാണ് ലഭിച്ചത്. വിളവ് നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേതായതുകൊണ്ട് കുറച്ച് വ്യത്യാസം വരും. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും. തുടക്കമാണിത്. അതിൽ നിന്ന് നമ്മൾ കൃഷി ഒരു പരീക്ഷണാർത്ഥം ആദ്യം കുറച്ച് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ നല്ല രീതിയിൽ ഈ പ്രദേശത്ത് തണ്ണിമത്തന് അതേപോലെ തന്നെ പച്ചക്കറികൾ വിഷരഹിതമായിട്ട് മറ്റ് രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഉൽപ്പാദിച്ചെടുത്ത് നമ്മൾ ഈ പ്രദേശത്ത് സെയിൽ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. കൃഷിയിടത്തിൽ വിളവെടുപ്പ് സമയത്ത് നേരിട്ടെത്തി പൊതുജനങ്ങൾക്ക് തണ്ണിമത്തൻ വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തണ്ണിമത്തന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം പന്മന കൃഷിഭവൻ ഓഫീസർ ആര്യ കൃഷ്ണൻ നിർവഹിച്ചു. കുടുംബശ്രീ CDSന്റെ പലിശയില്ലാത്ത 25,000 രൂപ വായ്പ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. കുടുംബശ്രീ CDS അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ കൃഷി ഇവിടെ ചെയ്തത്. തൊഴിലുറപ്പുകാരുടെ സഹായത്തിൽ നമ്മളിവിടെ നില ഒരുക്കുകയും വിത്ത് പാകലും ഒക്കെ ചെയ്യുകയുണ്ടായി. നമ്മുടെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഇവിടെ വെച്ച് നടക്കുകയാണ്. CDS ചെയർപേഴ്സൺ രമ്യ, നിസ, അഗ്രികൾച്ചറൽ CRP സീന, സിജുലാൽ, ഹുസൈൻ പുലരി, നെറ്റിയാട്ട് റാഫി, ഷാജി സംസാരം, നെസ്സി, നെജി തുടങ്ങിയവർ പങ്കെടുത്തു. പച്ചക്കറി, വെണ്ട, പയർ, അതുപോലെ വഴുതന അങ്ങനെയുള്ള പച്ചക്കറി ഐറ്റങ്ങളൊക്കെ നമ്മൾ ഇതിന് പുറത്ത് നമ്മൾ കുറേ വസ്തുക്കൾ എടുത്തു. ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. തുടർന്നും ഈ പ്രദേശത്ത് ആരെങ്കിലും ഇതേപോലുള്ള നല്ല വസ്തുക്കൾ കൃഷിക്ക് അനുയോജ്യമായി നമുക്ക് വിട്ടു തന്നാൽ നമ്മളതും കൃഷി ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഴക്കടൽ മണൽ ഖനനം സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ ലഭ്യമാക്കും. തീരദേശ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കൊല്ലം തിരുമംഗലം ദേശീയപാത നവീകരണം പ്രവർത്തനങ്ങൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷ. നവീകരണ പുരോഗതി വിലയിരുത്താൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. കരുനാഗപ്പള്ളി ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം ടെൻഡർ അംഗീകരിച്ചു. വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 26.81 കോടി രൂപയ്ക്കാണ് ടെൻഡർ. അഞ്ചു വയസ്സുകാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി. മധ്യവയസ്കൻ അറസ്റ്റിൽ. ആയിരനല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.